श्याम हरे हरे चलिए कुंजन मों तुम हम मिल श्याम हरे हरे चलिए 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 कुंजन देखो जमुना रे बही सुंदर अति नीर भरी चलिए कुंजन मों देखो जमुना रे बही सुंदर अति नीर भरी श्याम हरे हरे चलिए कुंजन गिरिराजसुततनया गिरिराजसुततनया सदया 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 गिरिराजसुततनया
तनय सरय गिरिराजसुत तनय गणनाथ परात्पर शङ्कर गणनाथ परात्पर शङ्कर गणनाथ परात्पर शङ्कर गमवारिनिधि रजनीकर गणनाथ परात्पर शङ्कर गमवारिनिधि रजनीकर फणिराज कंकण विघ्न निवारण फणिराज कंकण विघ्न निवारण शाम्भव श्री त्यागराजनुत फणिराज कंकण विघ्न निवारण शाम्भव श्री त्यागराजनुत फणिराज कंकण विघ्न निवारण शाम्भव श्री त्यागराजनुत गिरिराजसुत तनय सरय गिरिराजसुत तनय सरय गिरिराजसुत तनय गिरिराजसुत तनय गिरिराजसुत तनय अधरं मधुरं वदनं मधुरं नयनं मधुरं हसितं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपतेरखिलं मधुरम् वचनं मधुरं चरि
ഗോകുലപാല പരമാനന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ ഗോകുലപാല പരമാനന്ദ ഗോവർദ്ധന ഗിരിധര ശ്രീവത്സാംഗിത ശ്രീകൗസ്തുഭകര ശ്രീവത്സാംഗിത ശ്രീകൗസ്തുഭകര ശ്രീവത്സാംഗിത ശ്രീകൗസ്തുഭകര പാവക ഭയകര പാഹി മുകുന്ദ പാവക ഭയഹര പാഹി മുകുന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ ഗോകുലപാല പരമാനന്ദ ഗോവർദ്ധന ഗിരിധര സുരരിപു പാദപവൃന്ദ പാവന ചരിത പരമകരന്ത പാടിത സുരരിപു പാദപവൃന്ദ പാവന ചരിത പരമകരന്ത നാട്യരസോത്കട നാനാഭരണ നാട്യരസോത്കട നാനാഭരണ നാരായണ തീർത്ഥാർച്ചിത ചരണ നാരായണ തീർത്ഥാർച്ചിത. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. എല്ലാ സഹൃദയർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ സാംസ്കാരിക പൈതൃകം കുടികൊള്ളുന്ന വിവിധ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സമൂഹത്തിൻ്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 4 വനിതകൾ ചേർന്ന് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ കാക്കനാട് ആസ്ഥാനമാക്കി സ്ഥാപിച്ച കലാസ്ഥാപനമാണ് ICSC എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. ICSCയുടെ മാനേജിംഗ് ഡയറക്ടറും കലാകാരിയുമായ മിസ്സസ് മീന കുറുപ്പിൻ്റെയും നർത്തകിയായ മിസ്സസ് സീന ഉണ്ണിയുടെയും ജീവിതത്തിലെ വലിയ സ്വപ്ന സാക്ഷാത്കാരമായി മാറാൻ പോകുന്ന കഥകളി അരങ്ങേറ്റത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കലയുടെ കൂത്തമ്പലമായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ജീവനും ജീവിതവും കലയായി മാറിയ 2 കലാകാരികളുടെ കഥകളി അരങ്ങേറ്റം ഗുരുവായൂരപ്പന് വിളക്ക് തെളിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദീപം തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ KKN കുറുപ്പ് സാർ, ഗുരു ശ്രീ കലാമണ്ഡലം അരവിന്ദ് സാർ, ICSCയുടെ ഡയറക്ടേഴ്സായ ശ്രീമതി ഗായത്രി കൃഷ്ണൻ, ശ്രീമതി അഞ്ജലി നളിൻ, ICSCയുടെ അഡ്വൈസറായ ശ്രീ അനിൽ പൊറ്റേക്കാട്ട് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ ദീപം തെളിയുമ്പോൾ ഏവരുടെയും പാതയിൽ പ്രകാശം നിറയട്ടെ.
ദീപം തെളിയിക്കുന്നതിന് ശേഷം ആശംസകൾ പറയുന്നതിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും പ്രമുഖ ചരിത്രകാരനും ICSEയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ KKN കുറുപ്പ് സാറിനെ ക്ഷണിക്കുന്നു. വ്യക്തിപരമായി ഒരച്ഛൻ എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടു കൂടിയായിരിക്കും സാർ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. സർ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കലയെ രാജ്യാന്തരങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ഈ കലാകാരികൾക്കും ഈ കലാക്ഷേത്രത്തിനും കഴിയുമാറാകട്ടെ എന്ന് മാത്രമാണ് ഇതിൻ്റെ രക്ഷാധികാരി എന്ന നിലയിലുള്ള എൻ്റെ ആശംസ. നന്ദി. താങ്ക് യു സാർ. ഇന്നത്തെ കഥകളി അരങ്ങേറ്റത്തിലൂടെ വേറിട്ട ഒരു കലായാത്രയിലേക്ക് ചുവടുവെക്കുകയാണ് ICSE. കഥകളി ഒരു ആശയപ്രകടനമാണ്. വാഗശക്തിയില്ലാതെ കണ്ണുകൾ, ചുണ്ടുകൾ, മുഖഭാവങ്ങൾ എന്നിവ ഉപയോഗിച്ച് കഥ പറയുന്ന ശില്പഭംഗിയുള്ള കേരളത്തിൻ്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. ഓരോ രംഗം തീരുവോളം കണ്ണുകൾക്ക് ആനന്ദോത്സവമാണ് കഥകളി നടനം. അടുത്തതായി ഇന്നത്തെ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കുന്ന കലാകാരികളെയും കലാകാരന്മാരെയും പരിചയപ്പെടുത്തുന്ന ചടങ്ങിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡോക്ടർ APJ അബ്ദുൽ കലാം പറയാറുണ്ട്, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. കഥകളിയെ പ്രണയിച്ച രണ്ട് കൂട്ടുകാരികൾ അവരുടെ ഏറ്റവും മനോഹരമായ സ്വപ്നയാത്രയ്ക്ക് നിമിത്തമായി നിയോഗമായി മാറിയ ഗുരുവിന് ഒരേ ഒരു നാമധേയം, ശ്രീ കലാമണ്ഡലം അരവിന്ദ് മാഷ്. ശ്രീ കലാമണ്ഡലം അരവിന്ദ് കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളിയിൽ ബിരുദാനന്തര ബിരുദം നേടുകയും 20 വർഷത്തിലധികമായി ഇന്ത്യയിലുടനീളം 1000ഓളം വേദികളിൽ കഥകളി വേഷങ്ങൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്ക, യൂറോപ്യൻ നാടുകൾ, ജപ്പാൻ, ലാറ്റിൻ അമേരിക്കൻ നാടുകൾ, റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. നാട്യമയൂരം അവാർഡ്, നാഷണൽ നൃത്ത ശിരോമണി അവാർഡ് തുടങ്ങി നിരവധി സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. വലിയൊരു ശിഷ്യസമ്പത്തിനും ഉടമയാണ് ശ്രീ കലാമണ്ഡലം അരവിന്ദ്. നർത്തകിമാരായ കൂട്ടുകാരികൾ ഒരുമിച്ച് അരങ്ങേറുമ്പോൾ ഇനി ഇവരെക്കുറിച്ച് 2 വാക്ക് പറയാതെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങാല്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഫോർ എ വുമൻസ് ഡ്രീം എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന 40കളിലും 50കളിലും ഏതൊരു കലാരൂപവും അഭ്യസിക്കാൻ തുടങ്ങാമെന്ന് കാണിച്ചു തരുന്ന പ്രിയ കലാകാരികളെ ഈ വേദിയിലേക്ക് കഥകളി അവതരിപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി മീന കുറുപ്പ് ആൻഡ് ശ്രീമതി സീന ഉണ്ണി. ആദ്യമായി ശ്രീമതി മീന കുറുപ്പിനെ കുറിച്ച് 2 വാക്കുകൾ. കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ KKN കുറുപ്പിൻ്റെയും പ്രൊഫസർ മാലിനി കുറുപ്പിൻ്റെയും മകളായി ജനനം. 2.5 വയസ്സിൽ അമ്മയുടെ കൈപിടിച്ച് നൃത്തവിദ്യാലയത്തിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് നൃത്തമായിരുന്നു എല്ലാം. 21 വയസ്സിൽ MA എക്കണോമിക്സിൽ ബിരുദം, ഒപ്പം എഞ്ചിനീയറായ അനിൽകുമാറുമായി വിവാഹം. ICSE എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് മീന മാം. നാഷണൽ അവാർഡായ ഭാരത് സേവക് സമാജ്, ഡൽഹി ആസ്ഥാനമായ കൃഷി ജാഗരൺ മഞ്ചിൻ്റെ ആർട്ടിസ്റ്റ് അവാർഡ്, തിരുപ്പതി ആസ്ഥാനമായ അയോധ്യ രാമനാട്യ നീരാഞ്ജനം, കരൂർ നാട്യാഞ്ജലി അവാർഡ് തുടങ്ങി വിവിധങ്ങളായ പ്രമുഖ അവാർഡുകൾ ശ്രീമതി മീന കുറുപ്പിനെ തേടിയെത്തിയിട്ടുണ്ട്. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിലാണ് തൻ്റെ ചിരകാല അഭിലാഷമായ കഥകളി അഭ്യസിക്കാനും തൻ്റെ ഇഷ്ടവേഷമായ കൃഷ്ണവേഷത്തിൽ തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ ഇന്ന് അവർക്ക് അവതരിപ്പിക്കാനും സാധിക്കുന്നത്. ഒപ്പം തന്നെ അരുണാചൽ യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീമതി മീന കുറുപ്പ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, USA എന്നിവിടങ്ങളിൽ ശിഷ്യസമ്പത്തുള്ള മീന കുറുപ്പിൻ്റെ പഴയകാല വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടങ്ങളിൽ ഭരതനാട്യം അഭ്യസിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അടുത്തതായി മിസ്സസ് സീന ഉണ്ണി. ഇരിങ്ങാലക്കുട സ്വദേശികളായ ഗംഗാധരൻ അല്ലി ദമ്പതിമാരുടെ മകളും ആലുവ സ്വദേശിയായ സത്യനാഥൻ്റെ ഭാര്യയും ഏകമകൻ ശ്രീഹരിയുടെ അമ്മയുമാണ് സീന ഉണ്ണി. എറണാകുളത്താണ് താമസം. എല്ലാ നൃത്തരൂപങ്ങളെയും വളരെയേറെ ഇഷ്ടപ്പെടുന്ന സീന അതിയായ ആഗ്രഹത്തോടെ തൻ്റെ 42ാമത്തെ വയസ്സിൽ നൃത്തപഠനം ആരംഭിക്കുകയും ICSEയിലൂടെ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിച്ച് അരങ്ങേറ്റം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ICSEയിലൂടെ തന്നെ ഉറ്റ കൂട്ടുകാരിയും ഭരതനാട്യത്തിൽ തൻ്റെ ഗുരുവുമായ മീനയോടൊപ്പം കഥകളി അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. ഏകദേശം 1.5 വർഷം മുമ്പ് കലാമണ്ഡലം അരവിന്ദ് മാഷിന്റെ കീഴിൽ തുടങ്ങിയ കഥകളി പഠനം ഇവിടെ അരങ്ങേറ്റത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറെ കടമ്പകൾ കടക്കാനുണ്ടായിട്ടും പിന്മാറാതെ വളരെയേറെ ആത്മാർത്ഥതയോടെ തുടർന്നു വന്നു 2 പേരും. അരവിന്ദ് മാഷ് നൽകിയ ചിട്ടയായ ശിക്ഷണത്തിൽ ആത്മവിശ്വാസത്തോടെ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ഈ 2 കൂട്ടുകാരികൾ.
ഇവരോടൊപ്പം ഇന്ന് രംഗത്ത് വരുന്ന കലാകാരന്മാരെയും സദസ്സിന് പരിചയപ്പെടുത്തുന്നു. സംഗീതം സദനം സായ്കുമാർ, സദനം പ്രേമൻ. ചെണ്ട കലാമണ്ഡലം ശ്രീരാഗ്, മദ്ദളം കലാമണ്ഡലം വൈശാഖ്, ചുട്ടി കലാമണ്ഡലം രാജേഷ്, മുഖത്തെഴുത്ത് കലാമണ്ഡലം ഗിരീഷ് ആൻഡ് കലാമണ്ഡലം വിഘ്നേഷ്. അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ അരങ്ങേറ്റം എന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കഥകളി നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ പലതരത്തിലാണ് ഇത് ആളുകളിലേക്ക് എത്തുക. അപ്പോൾ അതിൻ്റെ ഒരു കഥ ചുരുക്കത്തിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആസ്വാദികരമായിരിക്കും തോന്നുന്നു. കുചേലവൃത്ത മാട്ടക്കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുചേലവൃത്ത മാട്ടക്കഥയിലെ ശ്രീകൃഷ്ണ കുചേല സംഭാഷണത്തിനിടയിൽ കുചേലൻ്റെ കയ്യിലെ മുഷിഞ്ഞ മുണ്ടിൽ പൊതിഞ്ഞ അവിൽ പൊതി കൃഷ്ണൻ കാണാനിട വരികയും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ കഥ അല്ലേ? കൃഷ്ണനെ കാണാൻ കുചേലൻ അവിൽ പൊതിയായിട്ട് പോകുന്നത്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിൽ പൊതി കൃഷ്ണൻ കാണാനിട വരികയും ബലമായി പിടിച്ചു വാങ്ങി ആ കല്ലും നെല്ലും കലർന്ന അവിൽ കൃഷ്ണൻ ഭക്ഷിക്കുകയും നിറഞ്ഞ സന്തോഷത്തോടെ വീണ്ടും ഭക്ഷിക്കാൻ തുനിയുമ്പോൾ രുക്മിണി എന്ത് ചെയ്യും? രുക്മിണി തടയുന്നുണ്ട്. ഈ കഥാഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അരങ്ങുണരുകയായി, ആട്ടവിളക്ക് തെളിയുകയായി. മാതംഗാനനം അബ്ജവാസരമണി ഗോവിന്ദമാദ്യം ആദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ കണാദാദ്യ മുനി ദുർഗാ ചാപി മൃദംഗശൈലനിലയ ശ്രീപോർക്കലി ഇഷ്ടദ ഭക്ത്യാ നിത്യമുപാസ്മകേ സപദിന കുർവന്ധ്വമേ മംഗളം. മല്ലാരാദിമഹീസുരാൽ പൃഥുഗഭാണ്ഡത്തെ
ഗ്രഹിച്ചു ബലാൽ കല്ലും നെല്ലുമിടക്കണഞ്ഞ ജിപിടം വേഗം ഭുജിച്ചേടിന ഉല്ലാസത്തോടു പിന്നെയും കരതലയാനശിച്ചിടുവാൻ കല്യാണഗിരമാമുരാതകരം മെല്ലെ പിടിച്ചേടിന സാരസനേത്ര പോരുമേ കോച്ചിപീഡകം സാരസനേത്ര പോരുമേ കോച്ചിപീഡകം സാരസ നേത്ര പോരുമേ കോച്ചിപീഡകം സാരസ നേത്ര പോരുമേ കോച്ചിപീഡകം സാരസനേത്ര പോരുമേ കോച്ചിപീഡകം സാരസനേത്ര പോരുമേ കോച്ചിപീഡകം സാരസനേത്ര പോരുമേ കോച്ചിപീഡകം സാരസനേത്ര പോരുമേ കോച്ചിപീഡകം പരദശിച്ച അധ്യാനി കോച്ചിപീഡകം പരദശിച്ച അധ്യാനി കോച്ചിപീഡകം പരദശിച്ച അധ്യാനി കാരുണ്യാലവമയീ തീരെയില്ല എന്നതും 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 നേരെ
ഇതെത്രയും മാമക നാഥ നേരെ ബോധ ഇതെത്രയും മാമക നാഥ നേരെ ബോധമിതെത്രയും മാമക നാഥ നേരെ ബോധ ഇതെത്രയും മാമക നാഥ നേരെ ബോധമിതെത്രയും മാമക നാഥ നേരെ ബോധമിതെത്രയും സാരസ നേത്ര പോരുമേ കുച്ചിപ്പിടകം വൃദ്ധനാം ധര ദേവന്റെ സാഗ്വിമണിക്കു ദേവന്റെ സാഗ്വിമണിക്കു വൃദ്ധനാം ധര ദേവന്റെ സാഗ്വിമണിക്കു ദേവന്റെ സാഗ്വിമണിക്കു ഭൃത്യയാക്കുവാൻ ഉറച്ചോ സാധ്വിമണിക്കു ഭൃത്യയാക്കുവാൻ ഉറച്ചോ സാധ്വിമണിക്കു ഭൃത്യയാക്കുവാൻ ഉറച്ചോ സാധ്വിമണിക്കു ഭൃത്യയാക്കുവാൻ ഉറച്ചോ സാധ്വിമണിക്കു ഭൃത്യയാക്കുവാൻ ഉറച്ചോ നിത്യമല്ലാത്ത ചാവല്ല വൃത്തികൾ കണ്ടാൽ നിത്യമല്ലാത്ത ചാവല്ല വൃത്തികൾ കണ്ടാൽ നിത്യം അല്ലാത്ത ചാവല്ല വൃത്തികൾ കണ്ട നിത്യമല്ലാത്ത ചാവല്ല
വൃത്തികൾ കണ്ട നിത്യമല്ലാത്ത ചാവല വൃത്തികൾ കണ്ട പത്നിമാരോതും നിസർഗം മാമക നാഥ 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 പത്നിമാരോതും സാരസനേത്ര പോരുമേ ചെപിടകം മതിമുഖി മമ നാഥേ മതി തവ മതി ഭ്രമം മതിമുഖേ മമ നാഥേ മതി തവ മതി ഭ്രമം മതിമുഖി മമ നാഥേ മതി തവ മതി ഭ്രമം മതിമുഖേ 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 മമ നാഥേ മതി തവ മതി ഭ്രമം
മദിരാക്ഷീം കഥിച്ചതും മദമത്രേ മാമകീം മദിരാക്ഷി കഥിച്ചതും മദമത്രേ മാമകേയം മദിരാക്ഷി കഥിച്ചതും മദമത്രേ മാമകേയം മദിരാക്ഷി കഥിച്ചതും മദമത്രേ മാമകേയം മദിരാക്ഷി കഥിച്ചതും മദമത്രേ മാമകേയം മതിമുഖേ മമ നാദേ മതേ തവ മതിഭ്രമം മൽഭക്തന്മാരോടുള്ള ശക്തിയാലെന്നെ ഞാനും മൽഭക്തന്മാരോടുള്ള ശക്തിയാൽ എന്നെ ഞാനും മൽഭക്തന്മാരോടുള്ള ശക്തിയാലെന്നെ ഞാനും മൽഭക്തന്മാരോടുള്ള ശക്തിയാലെന്നെ ഞാനും മൽഭക്തന്മാരോടുള്ള ശക്തിയാലെന്നെ ഞാനും മൽഭക്തന്മാരോടുള്ള ശക്തിയാൽ എന്നെ ഞാനും ഉൽപ്പലവിലോചനെ ഉൾക്കാമ്പിൽ മറന്നു 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 ഉൽപ്പലവിലോചനെ ഉൾക്കാമ്പിൽ മറന്നു
मम नादे मते तव मति भ्रमम् शेषित चिपीडकं तोषितु ग्रहिचालुं शेषित चिपीडकं तोषितु ग्रहिचालुं शेषित पीडकं तोषितु ग्रहिचालुं शेषित चिपीडकं तोषितु ग्रहिचालुं शेमुषी योषिल्मणि अल्लो शेमुषे मुள்ள योषिल्मणि अल्लो शेमुषी मुள்ள योषिल्मणि മുള്ള യോഷിമണിയല്ലോ മുള്ള യോഷിമണിയല്ലോ മുള്ള യോഷിമണിയല്ലോ നീ മതിമുഖേ മമ നാദേ മതി തവ മതി ഭ്രമം താരിൽ പൂമകളോടു മാധവനിതം വിപ്രം ഗ്രഹിക്കാതെ ഓരോ നേവമുരച്ചു യാദവരോചിഷ്ടം ഗ്രഹിച്ചു സുഖമാണ്ടു ദൈത്യമധനൽ സൂരീന്ദ്രന ഭൂസുരം പാരം പ്രീതിയൊടു ജീവൻ പ്രിയവയസ്യാനന്ദദ ഭാരതി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
സദസ്സിൽ നിറഞ്ഞാടിയ രുക്മണിയും കൃഷ്ണനും. നിറഞ്ഞ കയ്യടികളാവട്ടെ ഇവർക്കുള്ള ആദരം. രുക്മണി ദേവിയാണ് അല്ലേ, ദേവി തന്നെയാണ്. എങ്കിലും പരിഭവം പറയുന്ന സ്ത്രീഭാവത്തിലാണ് ഇവിടെ രുക്മണി ദേവിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഭഗവാൻ കൃഷ്ണനാണ്, എന്നിട്ടും ഭാര്യയുടെ മുമ്പിൽ അവസാനം തോറ്റുപോകുന്ന, സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായി മാറുന്ന ഒരു കഥാസാരം കൂടി ഇതിലുണ്ട് എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിറഞ്ഞ കയ്യടികൾ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു ഇവർക്ക് വേണ്ടി. ICSEയുടെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏറെ നാളത്തെ ഒരു സ്വപ്നം പൂവണിഞ്ഞ ഈ വേളയിൽ അതിനായി അവരെ ഒരുക്കിയ പ്രിയ ഗുരുവിന് ശിഷ്യരുടെ ഉപഹാര സമർപ്പണം. കലാമണ്ഡലം അരവിന്ദ് മാഷിനെ പൊന്നാട അണിയിക്കുന്നതിനും മൊമൻറ്റോ കൊടുക്കുന്നതിനുമായി മിസ്സസ് മീന കുറുപ്പിനെയും മിസ്സസ് സീന ഉണ്ണിയെയും ക്ഷണിക്കുന്നു. അരവിന്ദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനോടൊപ്പം മൊമൻറ്റോവും സമർപ്പിക്കുന്നു. ഗുരുവിനുള്ള ശിഷ്യരുടെ ഒരു സമർപ്പണമാണിത്. ഈ ചരിത്ര നിമിഷം ICSEക്ക് സമ്മാനിച്ച ഇവർക്ക് മൂവർക്കും ഹൃദയംഗമമായ ആശംസകൾ. അടുത്തതായി ഇന്ന് ഈ അരങ്ങേറ്റത്തിൽ ഇവരോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ കലാകാരന്മാരെയും ICSEയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്സസ് മീന കുറുപ്പ് മാമും സീന ഉണ്ണിയും ചേർന്ന് ആദരിക്കുന്നു. സംഗീതം സദനം സായ്കുമാർ, സദനം പ്രേമൻ. കലാകാരന്മാരെ വേദിയിലേക്ക് വരുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. സദനം സായ്കുമാർ, സദനം പ്രേമൻ. സംഗീതം ചെണ്ട കലാമണ്ഡലം ശ്രീരാഗ്, മദ്ദളം കലാമണ്ഡലം വൈശാഖ്. കലാകാരന്മാരെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള ICSEയുടെ ഉപഹാര സമർപ്പണം. ചുട്ടി കലാമണ്ഡലം രാജേഷ്, മുഖത്തെഴുത്ത് കലാമണ്ഡലം ഗിരീഷ് ആൻഡ് വിഘ്നേഷ് സർ. ICSEക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളുമായി ചേർന്ന് നിന്ന കലാമണ്ഡലം ഗിരീഷ്, കലാമണ്ഡലം വിഘ്നേഷ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വയസ്സിന് ശേഷം കഥകളിയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെ വിരളമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കലയോടുള്ള പാഷൻ ജീവശ്വാസമാക്കിയ ഈ കലാകാരികളെ ആദരിക്കുന്നതിനായി പൊന്നാട അണിയിച്ച് മൊമൻറ്റോ നൽകി ആദരിക്കുന്നതിനായി ഡോക്ടർ KKN കുറുപ്പ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാമണ്ഡലം ഗിരീഷ് സാറിനോടൊപ്പം ICSE ടീം. പൊന്നാടയോടൊപ്പം ഉപഹാര സമർപ്പണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദിയിൽ രുക്മിണിയായും കൃഷ്ണനായും നിറഞ്ഞ ICSEയുടെ സ്വന്തം കലാകാരികൾ. ചുട്ടികുത്തിയ കലാമണ്ഡലം രാജേഷ് സാറിന് പൊന്നാട അണിയിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, 50 വയസ്സിന് ശേഷം കഥകളിയിലേക്ക് കടന്നു വന്നിട്ടുള്ള കലാകാരികളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ്. കലയോടുള്ള പാഷൻ ജീവശ്വാസമാക്കിയ ഈ കലാകാരികൾക്ക് ഉപഹാര സമർപ്പണത്തിനും പൊന്നാട അണിയിക്കുന്നതിനുമായി ഡോക്ടർ KKN കുറുപ്പ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ആദ്യമായി ഉപഹാര സമർപ്പണം നടക്കുന്നത് മിസ്സസ് മീന കുറുപ്പിനാണ്.
മാമിനെ കുറിച്ച് പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. 3 കുട്ടികളുടെ അമ്മയാണ്. മുകുന്ദ് നാരായൺ, ജാൻകി നാരായൺ, ജഗത് നാരായണൻ എന്ന മിടുക്കരായ 3 കുട്ടികളുടെ അമ്മ, ICSE പോലെയുള്ള സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, നർത്തകി, നൃത്ത അധ്യാപിക. മാം എനിക്ക് തോന്നുന്നു കൈവയ്ക്കാത്ത ഏരിയകളില്ല. ഇപ്പോൾ അതേ കഥകളിയും. അപ്പോൾ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് പറയാതെ പഠിപ്പിക്കുകയാണ് മീന മാമും സീന. അടുത്തതായി ഉപഹാര സമർപ്പണം നടക്കാൻ പോകുന്നത് മിസ്സസ് സീന ഉണ്ണിക്കാണ്. ഡോക്ടർ KKN കുറുപ്പ് സാറ് മിസ്സസ് സീന ഉണ്ണിക്ക് രുക്മിണിയായി തകർത്താടിയ സീന ഉണ്ണിക്ക് പൊന്നാട അണിയിക്കുകയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഇപ്പോൾ കഥകളി, അങ്ങനെ വിവിധ കലാമേഖലകൾ കൈവച്ചിരിക്കുകയാണ് മിസ്സസ് സീന ഉണ്ണിയും. ഒരുപാട് ഇൻസ്പിറേഷനാണ് നമുക്ക് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ICSEയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ് ഇന്ന് കഥകളി അരങ്ങേറ്റത്തിൽ. ഇതിനോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ICSE കുടുംബാംഗങ്ങളോടും വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് കുറച്ചൊക്കെ പറയണം വിചാരിച്ചിരുന്നു, എല്ലാം മറന്നുപോയി. ഇപ്പം പിന്നെ കഥകളി കണ്ട ആ സന്തോഷത്തിലും എല്ലാം വിട്ടുപോയി. എന്തായാലും കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പിന്നെ കഥകളി ശ്രീകൃഷ്ണനായിട്ട് അവതരിപ്പിച്ചത് എൻ്റെ ഭാര്യ കൂടിയായ ശ്രീമതി മീന കുറുപ്പാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 30 വർഷം കഴിഞ്ഞു. അപ്പം അന്ന് മുതൽ തന്നെ അവരുടെ ആഗ്രഹമായിരുന്നു ഇതുപോലെ കഥകളി വേഷം കെട്ടിയിട്ട് ആടണമെന്നുള്ളത്, അതും കൃഷ്ണൻ വേഷം തന്നെ കെട്ടിയിട്ട്. പിന്നെ പറയുന്നുണ്ടല്ലോ എല്ലപ്പോഴും എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടല്ലോ ദാസാന്ന് പറയില്ലേ പണ്ട്. അതുപോലെ ഇപ്പോഴാ സമയമായിട്ടുള്ളൂ. 50 വയസ്സിന് ശേഷമാണ് അവർക്ക് കഥകളി പഠിക്കാനും അത് ഇത്തരത്തിലൊരു വേദിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് സീനയും അതുപോലെ തന്നെ കഥകളിക്ക് വളരെയധികം പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ICSE വന്നത്. മീനയുടെ അവർ തമ്മിൽ സംസാരിച്ചിട്ടാണ് ഇതുപോലൊരു കഥകളി പഠിക്കണമെന്നും അരങ്ങേറണമെന്നും വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പാണ് 1.5 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അരങ്ങേറ്റത്തിൽ എത്തിയത്. ഏതായാലും ഇത് കാണാനായി എത്തിയ എല്ലാ ബന്ധുജനങ്ങൾക്കും അതുപോലെ കലാപ്രേമികൾക്കും സഹൃദയർക്കും ഗുരുവായൂരുള്ള എല്ലാവരോടും ഈ സമയത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സമയം നമുക്ക് ഈ അനുവദിച്ചു തന്ന ദേവസ്വത്തിനോടും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജിലുള്ള പിന്നെ ലൈറ്റ്, സൗണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻമാർ, റീൽസ് എടുക്കാൻ വന്നവർ, അങ്ങനെ എല്ലാവരോടും ഈ അവസരം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. മറ്റൊന്നും പ്രശ്നം പറയാനില്ല. താങ്ക് യു സോ മച്ച്.